വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സർക്കാരിന് മുമ്പിൽ ഉയർന്നു വന്നിട്ടുള്ളത്. തീർച്ചയായും തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി ഇത്തരം ഹോട്ട്സ്പോട്ടുകളിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ നടത്താൻ വേണ്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടിയായി കാര്യക്ഷമമായ നടത്തിപ്പിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ മോണിറ്ററിംഗ് ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ജില്ലയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരാണ് അംഗങ്ങളായിട്ടുള്ളത്. ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധിയാണ്. ഈ സമയത്ത് നടക്കാതെ പോയത് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ആ റിവ്യൂ പ്രതിമാസം ഒരിക്കലെങ്കിലും നടത്തേണ്ടതാണ്. അത് നടന്നു കാണില്ല എന്നാണ് പൊതുവെ നിഗമനത്തിലെത്തേണ്ടത്. നമ്മളിതുവരെ ചെയ്തു വന്നിരുന്നത് ഏതുതരം സഹായം നൽകുന്നതിനും വ്യക്തികൾക്ക് സഹായം നൽകുന്ന പോലെ ഗവൺമെൻറ് നൽകാൻ പറ്റില്ല. നിലവിലുള്ള നിയമത്തിനും തീരുമാനങ്ങൾക്കും അനുസരിച്ച് മാത്രമേ ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയൂ. അത് സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകന്മാർക്കും അറിവുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് തന്നെ 10 ലക്ഷം കിട്ടാൻ വേണ്ടി സമരം നടത്തുന്ന ഒരു രീതി നമ്മൾ കണ്ടു. അത് ആരും സമരം നടത്തിയില്ലെങ്കിൽ ചോദിച്ചാലും പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മാൻഡേറ്ററിയാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാറ് ആദ്യം ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാകുമ്പോൾ സമയമെടുക്കുന്നുണ്ട്. പകുതി സംഖ്യ ആദ്യ ഗഡു എന്നുള്ള നിലയിൽ അവർ നിർദ്ദേശിക്കുന്ന ബന്ധുക്കൾക്ക് നൽകാറാണ് പതിവ്. ബാക്കിയുള്ളത് രേഖകൾ സമർപ്പിക്കുന്നതനുസരിച്ച് നൽകും. ഈ നടപടിക്രമമായി പാലിച്ചുകൊണ്ടല്ലാതെ നമുക്ക് ഗവൺമെൻറ്റിന് അതാരായിരുന്നാലും പഞ്ചായത്തായാലും രാഷ്ട്രീയ പാർട്ടികളായാലും അതിനനുസരിച്ചേ പ്രവർത്തിക്കാൻ കഴിയും. എന്നാൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ ചില പ്രത്യേക പരിഗണനകൾ മുഖ്യമന്ത്രിക്ക് അത്തരം കാര്യങ്ങളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാവുന്നതാണ്. ഈ കാര്യത്തിൽ ഇന്നത്തെ നിലവിലുള്ള നിയമം അനുസരിച്ച് ജോലി സാധ്യതയുള്ളത് അവർക്ക് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഈ മോണിറ്ററിംഗ്